ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. 5-ാം അധ്യായത്തിൽ മുതിർന്നവരോടും സ്ത്രീകളോടും വിധവമാരോടും ഒക്കെയുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കണമെന്നും പ്രായമായ സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും കണ്ട് പൂർണ്ണമായ നിർമ്മലതയോടെ അവരെ പ്രബോധിപ്പിക്കണമെന്നും പൗലോസ് ശ്ലീഹ ഇവിടെ ആവശ്യപ്പെടുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാം വാക്യത്തിൽ മോശെ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളിച്ചെയ്തു, പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. അപ്പം പ്രായമുള്ളവരോട് അപ്രകാരമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. 5-3 മുതൽ ഉള്ള വാക്യങ്ങളിൽ നിസ്സഹായരായ വിധവമാരെ സഭ എങ്ങനെ പരിരക്ഷിക്കണമെന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുകയാണ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, അനേകം ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് കൂടുതലും വധിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും അങ്ങനെ അധികം വധിക്കാറില്ല. പുരുഷന്മാരെ ഒക്കെ വധിക്കുമ്പോൾ ധാരാളം സ്ത്രീകൾ സഭയിൽ വിധവമാരെയായി മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിധവമാരെ സംരക്ഷിക്കുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതാണ്. വിധവമാരോട് നീതി കാണിക്കുന്നില്ല എന്നൊരു പരാതി വന്നപ്പോഴാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങളിനിയും മേശയിൽ ഇത് ശുശ്രൂഷിക്കുന്നില്ല, ഞങ്ങൾ ദൈവവചനത്തിൽ ഉറ്റിരിക്കും, അതുകൊണ്ട് മേശയിൽ ശുശ്രൂഷിക്കാൻ നിങ്ങൾ വേറെ 6 പേരെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ പേരെ ഒരു അപ്പോസ്തലന്മാർ അവർ പ്രാർത്ഥിച്ച് 7 പേരെ ആ സമൂഹം അവിടെ തിരഞ്ഞെടുക്കുകയും ആദ്യത്തെ ഒരു പൗരോഹിത്യ നൽവരമായി അവിടെ നമ്മൾ നേരത്തെ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ശ്ലീഹ ഇത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ വൈധവ്യം അനുഭവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ക്ഷേമത്തോടെ കാത്ത് പരിപാലിക്കണം, അവരെ അമ്മമാരെ പോലെ അവരെ കരുതണം. ഇത് പറഞ്ഞ് ഏതെങ്കിലും ഒരു വിധവയ്ക്ക് മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ അവരോടുള്ള കടമ അവരത് നിർവഹിക്കണം, അവരെ സംരക്ഷിക്കണം. അതായത് 4-ാം വാക്യത്തിൽ പറയുന്നത്, തനിക്ക് വേണ്ടപ്പെട്ടവരെ കരുതി സംരക്ഷിക്കാത്ത ക്രിസ്ത്യാനി അവൻ വിശ്വാസിയായിരിക്കുന്നതിൽ വലിയ കാര്യമില്ല, അവൻ അവിശ്വാസിയേക്കാൾ അധമനാകുന്നെന്നാണ്. പിന്നെ 2 തരം വിധവമാരെക്കുറിച്ച് അതിനുശേഷം പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരായ വിധവമാരുണ്ടെങ്കിൽ സ്വാഭാവികമായും ജഡസംബന്ധമായും ലോകപരമായുമുള്ള ആഗ്രഹങ്ങളും അങ്ങനെയുള്ളതായ പ്രലോഭനങ്ങളിലൊക്കെ അവർ കൂടുതൽ അകപ്പെടാനുള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർ വിവാഹം കഴിച്ച് അവരെ വീണ്ടും വിവാഹം കഴിപ്പിച്ച് അവരെ കുടുംബമായി സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കണം. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ സ്ത്രീകളെയാണ് വിധവമാരായി കണക്കാക്കേണ്ടത്. അവരും സഭ എങ്ങനെയുള്ളവരെ കണക്കാക്കണമെന്ന് അക്കാലത്തെ സാഹചര്യത്തിൽ പറയുന്നുണ്ട്. നന്നായി കുടുംബം ഒക്കെ നോക്കുന്നവരും അങ്ങനെ മാന്യമായിട്ട് ഒക്കെ ജീവിച്ചവരും അല്ലെങ്കിൽ സഭയിലെ അല്ലെങ്കിൽ ആളുകളോട് ബഹുമാനമുള്ളവരും ആരാധനാകാര്യങ്ങളിൽ ക്രമം കൂടാതെ അല്ലെങ്കിൽ അവർ ഇതുകൊണ്ടല്ല ക്രമമായി വന്ന് സംബന്ധിക്കുന്നവരും അങ്ങനെയുള്ള ആളുകളെയാണ് സഭ സംരക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഭയിൽ അംഗങ്ങളായിരിക്കുന്നവരൊക്കെ അങ്ങനെയാണ്, അവരെയാണ് കൂടുതൽ ഇത് സംരക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നീട് കഴിയുമെങ്കിൽ അപ്പോൾ അവരെ ചെറുപ്പക്കാരാണെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ചയക്കണം. എന്നാൽ ബാക്കി, കാരണം ഭർത്താക്കന്മാരും മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്നത്തെ കാലങ്ങളിൽ ഇന്നത്തെ പോലെ ജോലിയോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല.
അവർ തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സഭയുടെ ദൗത്യമാണ് അങ്ങനെയുള്ളവരെ കരുതുക എന്നുള്ളത്. ഇത് നമ്മളും ഇന്ന് അതൊരു സഭയുടെ ദൗത്യമായി പലപ്പോഴും ഏറ്റെടുക്കേണ്ടതാണ്. അങ്ങനെ നിരാലംബരായ ധാരാളം ആളുകൾ ഇത് സഭയിലുണ്ട്. നമ്മൾ അങ്ങനെയുള്ളവരെ ആരെയും കരുതുന്ന ഒരു രീതി ഇന്ന് നമുക്ക് സഭകളിലില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ സഭയിൽ തന്നെ സുവിശേഷ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വൈദ്യവ്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു പെൻഷൻ സമ്പ്രദായം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സുവിശേഷ സമാജം ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അവർക്കതൊരു വലിയ ആശ്വാസമാകുന്നുണ്ട്. ആളുകൾക്കായതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ ആദിമ സഭയിൽ ചെയ്ത പോലെ തന്നെ അവരെ സഹായിക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ 17 മുതലുള്ള ഭാഗ്യങ്ങൾ പറയുന്നത്, അതായത് ആധ്യാത്മിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മൂപ്പന്മാരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ നിങ്ങൾ എങ്ങനെ കരുതണമെന്നുള്ളതാണ്. അവരുടെ പ്രധാനപ്പെട്ട ജോലി ഒന്ന് കൂദാശകൾ ഇത് നിർവഹിക്കുക, പ്രബോധനം നൽകുക, മാതൃകാപരമായ ജീവിതം ഇത് നയിക്കുക. ഇടയൻ എന്ന രീതിയിലുള്ള നേതൃത്വം അവർക്ക് വിശ്വാസികൾക്ക് കൊടുക്കുവാൻ സാധിക്കണം. അങ്ങനെയുള്ളവരെ ബഹുമാനത്തിന്, ഇരട്ടി ബഹുമാനത്തിന് അർഹരായി സഭ കാണേണ്ടതാണ്. ആവർത്തനം 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞു, മെതിക്കുന്ന കാളയുടെ വായ ഇത് മൂടിക്കെട്ടരുത്. കാരണം അത് മെതിക്കുന്ന കച്ചി തിന്നാനുള്ള അവകാശം ആ കാളയ്ക്കുണ്ട്, ആ മൃഗത്തിനുണ്ട്. അതിൻ്റെ വായ മൂടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അത് മെതിക്കുന്ന കച്ചി പോലും തിന്നാൻ അതിനെ അനുവദിക്കുന്നില്ല എന്നാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോരുത്തരുടെ അധ്വാനം അനുസരിച്ച് അവർക്ക് ജീവിക്കുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണം അത് സഭാതലത്തിൽ അത് ചെയ്യേണ്ടതാണ്. പിന്നീട് പറയുന്നത് ആ പൗരോഹിത്യ ആ ഗണത്തിലേക്ക് വന്നവരുടെ അല്ലെങ്കിൽ ആ മൂപ്പന്മാരുടെ ശിക്ഷണ നടപടികളെക്കുറിച്ചാണ്. പാപജീവിതം അങ്ങനെയുള്ളവരെ നയിക്കുന്നത് കണ്ടാൽ മുൻവിധിയോ മുഖപക്ഷമോ കൂടാതെ പരസ്യമായി അവരെ ശാസിക്കണം. അവരെ പരസ്യമായി ശാസിക്കാൻ പറയാൻ കാരണം അപ്പോൾ മറ്റുള്ളവർക്ക് അത് കണ്ടിട്ട് ഭയമുണ്ടാവുകയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുവാൻ കാരണമാവുകയും ചെയ്യും. പിന്നീട് അതിൽ 21-ാം വാക്യത്തിൽ പറയുന്നു, അദ്ദേഹം തീമോഥെയോസിന് പറയുന്നത്, ഈ സൈഹികമായ ആ ഒരു വലിയ അധികാരം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ആളെ ഒരേ സമയത്ത് പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും മാലാഖമാരും ഒക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത പട്ടംകുടയിലൊക്കെ ഇതിനെപ്പറ്റി ധാരാളം പരാമർശങ്ങളും ഒക്കെ നമ്മുടെ പട്ടംകുട പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് പട്ടം കൊടുക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ശ്രദ്ധാലുവായി വളരെ സൂക്ഷ്മതയോടെ അവർ ജീവിതം നയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ മേലെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതായ സമയത്ത് വളരെ പോലെ 1-2 സാക്ഷികളുടെ ഇതോടുകൂടി മാത്രമേ അവരുടെ മേൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാവൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ എന്തെങ്കിലും കണ്ടിട്ടോ പെട്ടെന്ന് അവരുടെ മേൽ ശിക്ഷണ നടപടി സ്വീകരിക്കാൻ പാടില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അവരെ അഭിമുഖീകരിക്കേണ്ടി വരുന്നവരാണ്. അവരുടെ സാഹചര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പെട്ടെന്ന് അവരുടെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവരുടെ മേൽ ഉണ്ടാകാൻ പാടില്ല. അത് മുഖപക്ഷമായ രീതിയിൽ അവരോട് പെരുമാറാൻ പാടില്ല. അവർ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാതൃകാപരമായി അവർ അത് ശിക്ഷിക്കപ്പെടേണ്ടവരുമാണ്. 22-ാം വാക്യത്തിൽ പറഞ്ഞു, എപ്പിസ്കോപ്പായോ ആയ അന്നത്തെ എപ്പിസ്കോപ്പയായ തീമോഥെയോസിനോടാണ് ഇത് പൗലോസ്ലീഹ ഇത് ആവശ്യപ്പെടുന്നത്. അവരുടെ മേലുള്ള അന്വേഷണം, പരിശോധന, സാക്ഷ്യം മുതലായവ കൂടാതെ ആരെയും തിടുക്കത്തിൽ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്താൻ പാടില്ല. അവരെ അവിടെ നിന്ന് പിന്തള്ളാനും പാടില്ല. പിന്നെ 24-ാം വാക്യത്തെ 23-ാം വാക്യം വരുമ്പോൾ പൗലോസ്ലീഹ തീമോഥെയോസിന് പറയുന്നുണ്ട്, നിന്റെ അജീർണത നിമിത്തം ഇനി മേലിൽ വെള്ളം മാത്രമല്ലാതെ അല്പം വീഞ്ഞുകൂടി നീ സേവിച്ചുകൊള്ളുക. ഈ വേദഭാഗത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് മദ്യപാനം തെറ്റല്ലെന്നും മദ്യപാനത്തെ പൗലോസ്ലീഹ
അനുവദിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നതായ ചില ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. പൗലോസ്ലീഹ ഈ തീമോഥെയോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അജീർണത എന്ന് പറഞ്ഞാൽ ദഹന പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനൊരു രോഗമായി മാറി. അതുകൊണ്ട് കൂടുതൽ സ്ഥലത്തേക്ക് പോകുവാനും പ്രവർത്തിക്കാനും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊരു മെഡിസിൻ എന്ന രീതിയിൽ അല്പം വീഞ്ഞ് ആ ദഹനശക്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ അദ്ദേഹത്തെ അവിടെ അനുവദിക്കുകയാണ് പൗലോസ്ലീഹ ചെയ്യുന്നത്. അത് മദ്യപാനത്തിനുള്ള ഒരു പ്രോത്സാഹനമായി അതിനെ കാണാനും ഇത് പാടില്ലാത്തതാണ്. അപ്പോൾ ഒരു എപ്പിസ്കോപ്പ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതായത് തീമോത്തിയോസ് ആ സഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അവിടുത്തെ വിധവമാരെയും ആ സഭയിൽ പ്രവർത്തിക്കുന്ന മൂപ്പന്മാരെയും കാശീസന്മാരെയും ഒക്കെ എങ്ങനെ കരുതണമെന്നും ഉള്ള ഒരു നിർദ്ദേശമാണ് പൗലോസ്ലീഹ ഇവിടെ നൽകുന്നത്. ഇന്ന് വാസ്തവത്തിൽ വൈദവ്യം അനുഭവിക്കുന്നവരിൽ സാമ്പത്തിക ഭദ്രതയുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവരുമുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മക്കളൊക്കെ വിദേശത്ത് പോകുന്നതായ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വൈദവ്യം അനുഭവിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കരുതുവാനും അല്ലെ അവർക്കൊക്കെ ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും സഭയിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഇത് ആലോചിക്കാവുന്നതാണ്. ഒരു ഇടവകയിലുള്ള ആളുകൾ വൈദവ്യം അനുഭവിക്കുന്നവരോ മക്കൾ കൂടെയില്ലാത്തവരോ പ്രായമായവരോ ഒക്കെ ഒന്നിച്ച് ഒരിടത്ത് താമസിച്ച് അവിടെ ആരാധിച്ച് അവിടെ പ്രാർത്ഥിച്ച് അവിടെ ഭക്ഷണം കഴിച്ച് താമസിക്കുവാനുള്ള സീനിയർ സിറ്റിസൺ ഹോം പോലെ ഉള്ള സംവിധാനങ്ങൾ ഇനിയുള്ള കാലം നമുക്കും ആവശ്യമായി വന്നേക്കാം. അത് വളരെ നല്ലതാണ്. ഒന്നുമല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചും ഒക്കെ അവരുടെ സമയം പോകുവാനും അവരെ ഒരു ഏകാന്ത ഒരു തടവുകാരെ പോലെ ഭവനത്തിലാകാതെ സന്തോഷത്തോടെ ജീവിക്കുവാനും അത് കാരണമായിട്ട് തീരും. അത് വിദേശത്ത് പോകുന്ന മക്കളൊക്കെ അതിനെപ്പറ്റി ആലോചിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ അവർ നോക്കിയാൽ വളരെ ഈസിയായിട്ട് നാട്ടിൽ ചെയ്യാവുന്നതുമാണ്. ഇതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ പൗലോസ്ലീഹ ഈ പറയുന്ന അന്നത്തെ സാഹചര്യത്തിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് പൗലോസ്ലീഹ അന്നത്തെ ആ സഭയോട് ആവശ്യപ്പെടുന്നത്. സഭയുടെ പ്രാരംഭകാലമാണ് അതെന്നൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നിട്ട് പോലും ഓരോ പ്രായത്തിലുള്ളവരെയും കുറിച്ചുള്ള പ്രത്യേകമായ കരുതൽ അന്നത്തെ സഭാ നേതൃത്വത്തിലുള്ള ആയ പൗലോസ്ലീഹ ഒക്കെ അന്ന് ചെയ്യുന്നത് നമുക്ക് ഈ ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സഭയുടെ ദൗത്യം അതാണ്. സഭയിൽ അംഗങ്ങളായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരോട് പ്രതികരിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതാണ്. നമുക്ക് മാത്രമല്ല സമൂഹത്തോടും ഈ ബാധ്യത നമുക്കുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ളതായ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.